ആരാന്നറിയില്ല. രാത്രി നമ്മള് വിളിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി, രണ്ട് പൊട്ടിക്കുട്ടി. ഞാൻ ആദ്യമായിട്ട് വണ്ടർലയിൽ പോകുന്നത്. ഐശ്വര്യ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. ഗൈസ്, ഇതാണ് നമ്മളെ കൂട്ടത്തിൽ റിച്ച് ആയ മുനീർ ഭായ്. ആളൊരു കുഞ്ഞു മനസ്സായ. ഞാൻ ആദ്യമായി വണ്ടർലയിലേക്ക് കയറി. എല്ലാവരും എന്റെ കൂടെ ഇതാണ് ഞാൻ. ഉണ്ട്. കടയുടെ പേരാണ് ഹബീബീസ്. നല്ല മസാല ഷവായ. കാണുന്നത് ഫുഡ് കണ്ട് വിജൃംഭിച്ചിരിക്കുന്ന ഹാരിസ് മുന്നെയാണ്. ഇതിന്റെ ടേസ്റ്റ് കൂടെ വന്നതിന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ യാത്രകളൊക്കെ. അങ്ങനെ ടാറ്റ പറഞ്ഞ അമൃത പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവാൻ റെഡിയായി നിൽക്കുവാണ്. കൊച്ചിയിലേക്കാണ് പോകുന്നത്. ആദ്യം വണ്ടർല. അപ്പോൾ എൻ്റെ കൂടെ ഷെനസ്കനുണ്ട്. ഇന്ന് വരെ ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാളും ഇപ്പോൾ സമയം ഏകദേശം എത്രയായി? 3:30. അപ്പോൾ 3:30ആയി. ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വ്ളോഗ് എന്തായാലും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ്. ഓക്കെ. ആരാന്നറിയില്ല. രാത്രി നമ്മൾ വിളിക്കുന്നു. എന്താ അത് കഴിഞ്ഞ് നേരെ പോയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എല്ലാവരും നേരത്തെ. പിന്നെ ഇത് അടുത്ത ടീമാണ്. അവരും കൂടെ എത്തി നമ്മൾ ഇറങ്ങാൻ പോകും. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങുവാണ്. എൻ്റെ ബേക്കിൽ ബാക്കി ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടർല ട്രിപ്പിന് വേണ്ടി പോവുകയാണ് ഗായ്സ്. പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ഒരു ടൈമായപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായി. സോ വിശക്കുന്നതുകൊണ്ട് കൈ കിട്ടിയ ഒരു കടയിൽ അങ്ങ് കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാണുള്ളത്. ഒരു ഹൈവേ സൈഡിൽ തന്നെ ഉണ്ടായ ഒരു കടയാണ്. പിന്നെ ഇതാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി, ഐറിൻ ഷെസു എന്ന് നമ്മൾ വിളിക്കും. പിന്നെ നമ്മൾ പോയത് ഐഷുവിന്റെ വീട്ടിലേക്കാണ്. നമ്മൾ ഇന്നും ഒരു പട്ടിക്കുട്ടിയെ കണ്ടിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇതാണ് നമ്മളെ ഐഷുവിന്റെ രണ്ട് പൊട്ടിക്കുട്ടി. ഐഷുവിന്റെ വീട്ടിൽ പോയത് നമ്മളെ കാർ അവിടെ വെച്ചിട്ട് ഐഷുവിന്റെ കാർ എടുത്തിട്ട് യാത്ര തുടരാനായിരുന്നു. അങ്ങനെ യാത്ര തുടർന്നു. ഗൈസ്, അപ്പൊ നേരം വെളുത്തിട്ടുണ്ട്. എന്താ പറയണ്ടത്? നമ്മളിപ്പോ എവിടെ എത്തി? ഹലോ, അവിടെയൊക്കെ എത്തി. അതെവിടാന്നൊക്കെ അറിയില്ല. അവിടെയാണ്. ഇവിടെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. രാവിലെ നല്ല സൺലൈറ്റ് ഉണ്ട്. സൺറൈസ് ഞാൻ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മ രാവിലെ 4 മണിക്കാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ടായത്. ഇപ്പൊ ഏകദേശം 7 മണി ആവാനായിട്ടുണ്ട്. അവള് പറഞ്ഞാ അടൂര് എത്താനായിട്ടുണ്ട്. അടൂര് കഴിഞ്ഞാ എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടർലയിൽ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല. എന്റെ എക്സ്പീരിയൻസ് ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ് ഇപ്രാവശ്യം തന്നെ ആദ്യമായിട്ടാണല്ലോ. അതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കൂടെ ഉള്ളത് ഐശ്വര്യ. അതെ ഐശ്വര്യ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. പരിചയപ്പെടുത്തൂ. ഞാൻ ഐശ്വര്യ. അത്രയുള്ള ഗൈസ്. എന്താ അറിയില്ല കുട്ടികൾ. എന്റെയും ഫസ്റ്റ് ട്രിപ്പാണ് വണ്ടർലയിലോട്ട്. ഞാൻ എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി. ഇവിടെ തല ഇറങ്ങുന്ന ഒരു റൈഡ് എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്നും അറിയത്തില്ല. ഇനി അവിടെ പോയിട്ട് വേണം ബാക്കി നമുക്ക് കാണാൻ. കൊടൽ അടി പറയുന്ന സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താവോന്ന് അറിയില്ല. കൊടല് മറിയില്ലെന്ന്. ആ റൈഡ് ഏതാ? മോൺസ്റ്റർ ഇപ്പൊ ഉണ്ടാന്ന് അറിയില്ല, പണ്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ റൈഡ് അറിയോ ഗൈസ്? നിങ്ങൾ കയറിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് വണ്ടറിൽ ഇഷ്ടപ്പെട്ട ആ ഒരു റൈഡ് ഏതാണെന്ന് പറയൂ. കമന്റ്. അങ്ങനെ ഒരു സ്ഥലം എത്തിയിട്ടാകുമ്പോൾ ഞാൻ കാറൊന്നും മാറി കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ എയർ ഫ്രഷ്നെസിന്റെ ഒന്നും സ്മെല്ലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ കാറ് മാറി കയറി. ഈ കാണുന്നതാണ് അമൃത. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളൊക്കെ ആയിരുന്നു. പിന്നെ നേരെ നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഗൈസ്. അതൊരു വെജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടത്. സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്നായി വന്നു. ഇഡ്ഡലി ഉണ്ട്, അപ്പമുണ്ട്, പൂരിയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടിയിട്ട് എനിക്ക് ഫുഡ് കിട്ടിയില്ല ഗൈസ്. ഞാൻ എത്രയോ സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഞാൻ ഇവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫുഡ് ഇതുവരെ എത്തിയില്ല ഗൈസ്. ഇതാണ് നമ്മളെ കൂട്ടത്തിൽ റിച്ചായ മുനീർ ഭായ്. iPhone 50 Pro Max ഒക്കെ ഉണ്ട്. ഭയങ്കര റിച്ചാണ്, ഭയങ്കര ജാടയൊക്കെയാണ്. ബട്ട് എന്തായാലും ആളൊരു കുഞ്ഞു മനസ്സായി. എനിക്ക് ഫുഡ് കിട്ടിയില്ല, അയാൾക്ക് ഫുഡ് കിട്ടി. സോ എന്നെ കാണിച്ച് ഫുഡ് കഴിക്കും ഇത്. അവസാനം എനിക്കും ഫുഡ് കിട്ടി ഗായ്സ്. ഞാൻ നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഒരു വടയൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു.
അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഇതൊക്കെയാണ് നമ്മളെ കൂടെയുള്ള ആൾക്കാർ. നമ്മൾ ടോട്ടൽ ഒരു 10 പേരുണ്ട് കേട്ടോ, കുഞ്ഞു കൂടാതെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിച്ച്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോയിട്ട് കൊണ്ടിരുന്നു. ഫൈനലി നമ്മൾ എത്തി. ഇതാണ് വണ്ടർലാൻഡ് എൻട്രൻസ് ഗൈസ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അങ്ങനെ നമ്മൾ വണ്ടർലാൻഡ് എത്തിയിരിക്കുന്നു. എൻട്രൻസിന്റെ അവിടെ നിന്ന് കേറാൻ പോവുകയാണ് ഗൈസ്. യെസ്, കേറി. ആ വണ്ടർല സൂം ചെയ്യും ഗൈസ്. ഇതാണ് വണ്ടർലയിലെ ബസ്. ഞാൻ ആദ്യമായി വണ്ടർലയിലേക്ക് കരുത്താ നമ്മുടെ വ്യൂ കളയാനായിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട് ഫ്രണ്ടില്. ഞങ്ങൾക്ക് അതിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടൊന്ന് ഓവർടേക്ക് ചെയ്ത് തരണം. നമ്മൾ ഡ്രൈവറിനോട് ഓവർടേക്ക് ചെയ്യാൻ. സാന്റാ മോണിക്ക ഗൈസ്. അപ്പൊ ഇതാണ് വണ്ടർലാൻഡ് അകത്തേക്കുള്ള വഴി. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. റോളർ കോസ്റ്റർ കണ്ട. അപ്പൊ നമ്മൾ വണ്ടർലാൻഡ് എത്തി. ഇനി നമുക്ക് എന്താ വെച്ചാ എന്താ പറയാ, ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെറുതായിട്ടൊരു സൺസ്ക്രീനൊക്കെ ടോപ്പപ്പ് ചെയ്യാണ്ട്. വെയിലല്ലേ, അത്രയ്ക്കുള്ളൂ. ബാക്കി നമുക്ക്. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. എന്നെ പോലെ തന്നെ കുട്ടിക്കളി മാറാത്ത എന്റെ ഭർത്താവ് ഷെസുവിന്റെ കളിപ്പാട്ടം എടുത്തു വെച്ച് കളിക്കുക. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും എന്റെ കൂടെ ഉണ്ട്. എല്ലാരും ഹായ് പറ. ഗൈസ്, എന്റെ കുഞ്ഞു മനസ്സ് ബാഗ് കൊണ്ട് ഷൈറസ്കാർ ഇവിടെ ഉണ്ട്. ബാഗു ഹായ് പറ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി നമ്മൾ അതിന്റെ അകത്തേക്ക് കിടക്കാൻ പോവാണ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള റൈഡ്സ് കാര്യങ്ങളൊക്കെ. ഹായ് ഗൈസ്, ഒരു ഷവർ ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട്. നോക്കൂ ഗൈസ്, ഇതാണ് എല്ലാവരും ഫോട്ടോയിൽ കാണുന്ന ആ സ്ഥലം. പിന്നെ വണ്ടർലാൻഡിന്റെ ബസ്. ബാഗൊക്കെ ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറി. അകത്ത് കയറുമ്പോൾ ഈ ചേട്ടൻ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ട് കൈ കൊടുക്കുമായിരുന്നു. ഷെസുവിന് കൈ കൊടുക്കുന്ന സീനാണ് ഇപ്പൊ കാണുന്നത്. ഷെസുവിന് ഇഷ്ടപ്പെട്ടില്ല. ഷെസു നേരെ എനിക്ക് കൈ വേണ്ടാന്ന് പറഞ്ഞു ഒറ്റ പോക്ക. So much big. നല്ല കാറ്റുണ്ട്, ചെറുങ്ങനെ കറങ്ങുന്നില്ലെങ്കിൽ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടുള്ള നൈലോൺ ക്ലോത്ത്സ് വാങ്ങാൻ അതിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ ഞാനും വാങ്ങി, എല്ലാവരും വാങ്ങി. ഫുഡല്ല, ഡ്രസ്സ്. ഇതാണ് ഞാൻ ഗൈസ്, അന്നത്തെ ഞാൻ. ഇവിടെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ക്യാൻഡീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു കുട്ടിയത് ഇവളെ ലോകത്തായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ അതിൻ്റെ അകത്തേക്ക് കയറി. അതിൻ്റെ അകത്തുള്ള അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ എൻജോയ് ചെയ്യാനായിരുന്നു പോയത് ഗൈസ്. സൂപ്പറായിരുന്നു. ഇനി ബാക്കി നമ്മൾ ചിക്കുവിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ നേരെ ചിക്കുവിൻ്റെ അടുത്ത് പോയി. ചിക്കു പോസൊക്കെ തന്ന് ചിക്കുവിൻ്റെ കൂടെ 2 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ചിക്കുവിനെ നല്ല ഇഷ്ടപ്പെട്ടു. ചിക്കു ഭയങ്കര ക്യൂട്ട് ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നു അന്ന്. എൻ്റെ കൂടെ കുറച്ച് സമയം പോസ് ചെയ്യാനൊക്കെ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഷെസുവിനെ ചിക്കുവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ചിക്കു കൂട്ടാണെങ്കിൽ ഷെസുവിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷെസു അവിടെയും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു. ഗൈസ്, ഫൈനലി പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഇപ്പോൾ ഒരു 7 മണിയായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. തളർന്നു, ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്ത് പറയാ, ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കയ്യും കാലൊക്കെ മരവിച്ച പോലെയൊക്കെ ഉള്ളത്. ഏകദേശം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ റൈഡിലും ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ വാട്ടർ റൈഡ്സിലെല്ലാം കയറിയിട്ടുണ്ട്. കുറേയൊക്കെ പേടിയായിരുന്നു, കുറേയൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇവിടുന്ന് പോവാൻ ഇറങ്ങുവാണ്. പോയി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട്. എന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ആയിരിക്കൂല ഉണ്ടായാലും. ഇത് 2 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടില്ല. സോ നാളത്തെ കഥയും കൂടെ ചിലപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യില്ല. വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ചായിരിക്കും ബാക്കിയൊക്കെ ഉണ്ടാവാം. അത്രയ്ക്കുള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വാൽപ്പാറ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വ്ളോഗൊക്കെ നമുക്ക് കാണാം. അപ്പം അത്രയൊക്കെ തന്നെ ബാക്കി നമുക്ക് കാണാം. ശരി.
ഒരു കാര്യം പറയാൻ മറന്നുപോയി, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളം സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കണേ. അത്രേ ഉള്ളൂ. സംഭവം ഏകദേശം കഴിഞ്ഞു. ചെറിയ തളർച്ചയൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തിൽ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. ഞാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്ര ആ ഒരു മൊമെന്റ് യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. ഇവിടുത്തെ റോള് കഴിക്കണമെന്നൊക്കെ അങ്ങനെ അവർ പറഞ്ഞ അതിലും നല്ല കടയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഫൈനലി നമ്മൾ അവർ പറഞ്ഞ അതിലും നല്ല കടയിലെത്തിയിരിക്കുന്നു. കടയുടെ പേരാണ് ഹബീബി. സൂപ്പർ കടയായിരുന്നു ഗൈസ്. കണ്ട കറങ്ങുന്ന കോഴി, നല്ല മസാല ഷവായ. ഊഫ്, എന്താ ഒരു ടേസ്റ്റ് അറിയാ. ഇത് ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങൾ പുറത്തേക്ക് ഇരുന്ന് കാണും. മുഖത്ത് എടുത്തുകൂടാ പറഞ്ഞാലും നമ്മളെടുക്കും. ഉറക്കില്ല, മുഖം എടുത്തുകൂടാ പറഞ്ഞാലും നമ്മളെടുക്കും. ഇതാണ് നമ്മളെ മെനു. തിരിച്ചു പോകണമെന്നൊക്കെ കുറേ എന്ത് കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അനുസരിക്കാതെ ഞാൻ പറയുന്നതിന് മുന്നേ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ മുന്നേ കഴിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഫുഡ് കണ്ട് വിജൃംഭിച്ചിരിക്കുന്ന ഹാരിസ് മുനിയാണ്. മുനിയർ ഒറ്റക്ക് കഴിക്കുന്നതാണ്. ദിസ് ഈസ് അവർ റൈസ്. ഇത് അറബിക് റൈസ് ആണെന്നാണ് പറഞ്ഞത്. 2 ഫ്ലേവേഴ്സ് ഉണ്ട്. അറബിക് റൈസ് ഏത് ഫ്ലേവർ ആണെന്ന് ഐറ്റമാണ് ഈ മസാല ഷവായ. ഊഫ്, ഇതിന്റെ ടേസ്റ്റ് കൊച്ചിയിലില്ലവരാണെങ്കിൽ ഇവിടെ പോയി ഒന്ന് കഴിക്കണം ഗൈസ്. ഞാൻ കഴിക്കാൻ പോകുന്നു നല്ല അടിപൊളി മസാല ഷവായ പ്ലസ് റൈസ്, കുറച്ച് മയോണൈസ്, വെള്ളം കൂടി എടുത്തിട്ട് ഫുഡ് ഏകദേശം കഴിച്ച് കഴിയാറായപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ജ്യൂസൊക്കെ വന്നു. ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് എൻ്റെ പ്രൊഡക്റ്റ് വന്നത്. എനിക്ക് എവിടെ പോയാലും ലാസ്റ്റാണ് എൻ്റെ ഫുഡ് വരിക. മെയിനായിട്ട് ഞാൻ എവിടെ പോയാലും അതിൽ വെച്ച് കുറച്ചുകൂടെ എന്താ പറയുക ഹൈപ്പ് കൂടിയ ഐറ്റംസാണ് ഓർഡർ ചെയ്യാറ്. സോ അത് ഉണ്ടാക്കാനും കുറച്ച് ടൈം എടുക്കും. ഒരു ഡോണർ റോളായിരുന്നു കേട്ടോ. ഒരു അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അധികം ലെറ്റ്യൂസ് വെജീസൊക്കെ വെച്ച ഒരു ഫീലിംഗ് ആയിരുന്നു. ടൈപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മസാല ഷവേൻ്റെ മസാല ടേസ്റ്റ് ചെയ്തതിൻ്റെതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലൈക്ക് കരഞ്ഞു പോയി. ടേസ്റ്റ് ഉണ്ട്, എന്നാലും അതിന് കണക്കായിട്ട് സ്പൈസ് സൂപ്പർ. ഇതൊക്കെ എന്റെ കൂടെ വന്ന എന്റെ ആരൊക്കെയോടെ ഗൈസ്. പക്ഷെ എനിക്കറിയുന്ന ഒരാളുണ്ട്, അതോട് കൈ കഴുകി ഞാൻ ടിഷ്യൂ എടുക്കാൻ പോയിട്ടപ്പോ അവിടുത്തെ ടിഷ്യൂ കഴിഞ്ഞു. ചെറുതായി നാണം കെട്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ ടിഷ്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടാകുമ്പോ നമുക്കെല്ലാവർക്കും മധുരം കഴിക്കാനൊരു കൊതി. സോ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ മിൽക്കി മിസ്റ്റിന്റെ ഒരു ഐസ്ക്രീം പാർലറിലുണ്ട്. സോ നമ്മളത് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ലസ്സി എടുക്കണോ ഷേക്ക് എടുക്കണോ? എനിക്ക് മാംഗോ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. സോ ലസ്സി എടുക്കണോ ഷേക്ക് എടുക്കണോ ഇപ്പൊ ഏതെടുക്കും? ഇതൊരു വലിയ മിൽക്കി മിസ്റ്റിന്റെ ഔട്ട്ലെറ്റ് ആയിരുന്നു കേട്ടോ. ഐസ്ക്രീം, ഷേക്ക്, ലസ്സി, ചോക്ലേറ്റ്സ്, വീട്ടിലേക്കുള്ള ലൈക്ക് ഗീ, ബട്ടർ, പനീർ, ചീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഷോപ്പിൽ. നമ്മളെല്ലാരും അവർക്ക് വേണ്ടതെടുത്ത് ബില്ല് ചെയ്തു. എല്ലാരും കാണിക്കൂ ഗൈസ്. എല്ലാരും ഐസ്ക്രീം കാണിക്കൂ. എല്ലാരും ഹാപ്പി അല്ലേ? അല്ലമ്മ ഹാപ്പി അല്ലേ? അപർണ ഹാപ്പി അല്ലേ? അമ്മക്കുട്ടി അമ്മക്കുട്ടി ഹാപ്പി അല്ലേ? ഐശോ ഫുഡെല്ലാം കഴിച്ച് ഡെസേർട്ട് കഴിക്കണമെന്നില്ല എല്ലാവരും ആഗ്രഹം അനുസരിച്ച് ഡെസേർട്ടൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി എടുത്ത സാധനങ്ങള് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി
എനക്കും എന്റെ അനിയത്തിക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനം. ഹായ്, റൈഡിന് പോണോ നിങ്ങള്? എങ്ങോട്ടാ പോണേ? അതിരപ്പള്ളി. ഓക്കെ. നീ അതിരപ്പള്ളി വരാതെ കറങ്ങാൻ പോവില്ലേ? നീ വേറെ എവിടെ പോണെന്നല്ലേ? പോണോ? ഡ്രോപ്പ്. അങ്ങനെ ഫുഡ് കഴിച്ചു, ഡെസേർട്ട് കഴിച്ചു, എല്ലാം കഴിഞ്ഞൊരു സെൽഫി ഒക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് പിരിയുകയാണ്. ഇതിൽ 2 പേര് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. ബാക്കിയുള്ളവരാണ് ബാക്കി യാത്രയിലേക്ക് പോകുന്ന ആൾക്കാർ. ഞാൻ നടുറോട്ടിലുള്ളത്, ഞാൻ ഏതായാലും സൈഡിൽ നിന്നിട്ട് സംസാരിക്കുന്നതിനോട്. ഇതാണ് നടുറോട്ടിൽ നിന്ന് യോഗട്ട് കഴിക്കുന്ന ഐശ്വര്യ. ആർക്കുണ്ട്? അപ്പൊ നമ്മ ഫുഡൊക്കെ കഴിച്ചാലേ, അപ്പൊ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടേ ബാക്കി യാത്ര ഉണ്ടാവുള്ളൂ. ഏതായാലും കൊള്ളാം, എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ യാത്രകളൊക്കെ. നൈസ് വൈബ്. എടപ്പള്ളി നിങ്ങളെ യാത്രയൊക്കെ പോകും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ബ്യൂട്ടി. അത്രയൊക്കെ പറയാനുള്ളൂ. ഇവരെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറക്കി വിടാനാ പ്ലാനിങ്. കുഴപ്പമില്ല, എന്തിനാ പോകുന്നത്? ശരിക്കും പോണം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടോ? എന്റെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിപ്പോയി നാളെ. സോ ഐ വാണ്ട് അപ്പൊ അങ്ങനെയാണ് കഥ. നമ്മളെ കൊറേ നിർബന്ധിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പറ്റുന്നില്ല, നിൽക്കുന്നില്ല, പോകുന്നത്. കല്യാണമാണ്, കല്യാണമല്ല, എൻഗേജ്മെന്റ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം, എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എന്തായാലും പോണെന്നാ പറയുന്നത്. അപ്പൊ ശരി, ഓക്കെ, ബൈ. അങ്ങനെ ടാറ്റ പറഞ്ഞ അമൃത പോയി ഗൈസ്. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോ വണ്ടിയിൽ വലിയ രസമൊന്നുമില്ല, ബോറടിയാണ്. ഇനിവേ നമുക്ക് പോവാം. മിസ് യു അമൃത. അമ്മ ഉണ്ടായപ്പോ നല്ല രസം ഉണ്ടായിരുന്നു, ഇപ്പം വലിയ കോണമില്ല ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടുണ്ട്, അത് കുറച്ചുകൂടെ അടിപൊളി, കുറച്ചുകൂടെ വൈബായിരുന്നു. വാൽപ്പാറയിലേക്കുള്ള യാത്രയായിരുന്നു. ആ വ്ളോഗ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കുഞ്ഞു മനസ്സ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണുന്നത് വരേക്കും ബൈ.